ഈ കഥ ഇമാദിന്റെയും റാണയുടെയാണ്. രണ്ടാളും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. രണ്ടാളും നാടകത്തിൽ അഭിനയിക്കുന്നവരും കൂടിയാണ്. അതുപോലെ തന്നെ ഇമാദ് ആക്ടിങ്ങിന്റെ കൂടെ ലെക്ചറും എടുക്കുന്നുണ്ട് സ്കൂളിൽ. കഥയുടെ തുടക്കത്തിൽ അവരുടെ ഫ്ലാറ്റ് കാണിക്കുകയാണ്. അവിടെ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. അപ്പം പെട്ടെന്ന് അടുത്തുള്ള ഫ്ലാറ്റിലുള്ളവർ പറയുന്നു, ഇത് എർത്ത് ക്വേക്കാണ്. എല്ലാവരും അവരുടെ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ അവർ ഫ്ലാറ്റിൽ വന്ന് അവരുടെ സാധനങ്ങൾ എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ബിൽഡിംഗ് എത്രത്തോളം പൊട്ടിക്കിടക്കുന്നു എന്നും കൂടി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി നിൽക്കാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലാവും. അതിനുശേഷം ഇമാദ് സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ ഇടയിൽ ദ കൗ എന്ന ഫിലിമിനെ കുറിച്ച് പറയുന്നു. അത് കുട്ടികൾ ചോദിക്കുന്നു, അത് ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങളുടെ മാഷിൻ്റെ നാടകം നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നു. ഇമാദ് പറയുന്നു, തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി സാറിൻ്റെ കാറ് ഏത് മോഡലാണ് ചോദിക്കുന്നു. കാറിൻ്റെ മോഡൽ അറിഞ്ഞിട്ട് എന്താ കാര്യം മാഷ് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, സാറിൻ്റെ കാർ വിൽക്കുന്നുണ്ടല്ലേ? അപ്പം സാർ അതേ എന്ന് പറയുന്നു. ഇമാദ് കാർ വിൽക്കുന്നത് കാരണം തൻ്റെ ഫ്ലാറ്റ് ഇപ്പോൾ ഒഴിഞ്ഞ് കൊടുത്തു. അപ്പോൾ പുതിയ ഫ്ലാറ്റിന് വേണ്ടിയിട്ടുള്ള പൈസ അതൊക്കെ വേണം, അതിനു വേണ്ടിയിട്ടാണ് കാർ. അതിനുശേഷം നാടകമാണ് കാണിക്കുന്നത്. നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുകയാണ്. അതിൽ റിഹേഴ്സൽ നടക്കുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ മുഴുവൻ വസ്ത്രവും ധരിച്ചിട്ട് ഞാൻ നേക്കഡായിട്ട് പുറത്തു പോവുകയാണെന്ന് പറയുന്നു. പക്ഷേ അവിടെ ഉള്ളവൾ ചിരിക്കുന്നു. കാരണം നേക്കഡായി പോകാമെന്ന് പറഞ്ഞിട്ടും മുഴുവനും ഇട്ടിട്ടുള്ള അവിടെ അവൾ പോകുന്നത്. ഇതിലൂടെ ആളുകളുടെ ചിന്താധാരണയാണ് അസ്കർ ഫറാദി ഉദ്ദേശിക്കുന്നത്. കാരണം ഞങ്ങൾ എത്രയൊക്കെ ഇതാക്കി പോയാലും റേപ്പ് ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ ഉദ്ദേശം നിറവേറ്റും, അങ്ങനെയൊക്കെയാണ്. അപ്പോഴാണ് തിയേറ്ററിൽ ഒരു നടൻ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ഒരു റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ കിടക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, അതൊരു പെണ്ണിൻ്റെയാണ്, ഓൾ നാളെ വന്ന് എടുക്കും, അങ്ങനെ പറയുന്നു. അപ്പോൾ തന്നെ ആ ഓണർ ആ പെണ്ണിനെ വിളിക്കുന്നു, എല്ലാം എടുത്ത് കൊണ്ടുപോകാൻ പറയുന്നു നാളെ. പിറ്റേ ദിവസം അവൾ വരുന്നത് കാണായിട്ടുണ്ട് ഇമാദ് അവളുടെ എല്ലാ സാധനവും പുറത്തെടുത്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് നാടകത്തിന് പോയിട്ട് അയാളോട് ചൂടാവുന്നു, അവൾ ഇനിയും വന്നിട്ടില്ല എന്തേ. അതിനുശേഷം റാണ വീട്ടിലേക്ക് പോകുന്നു. കാരണം വീട് മുഴുവൻ വൃത്തിയാക്കാനുണ്ട്. ആ സമയത്താണ് ഇമാദിനെ വിളിക്കുന്നത്. രാത്രിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്തെങ്കിലും കൊണ്ടുവരണമെന്ന്. അങ്ങനെ അവളും അവളുടെ മേക്കപ്പ് എല്ലാം റെഡിയാക്കുന്നു. വീണ്ടും സഫായി ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം ഇമാദ് സാധനങ്ങൾ വാങ്ങുന്നത് കാണാം. ഇമാദ് തിരിച്ചു വരുമ്പോൾ ഏണിപ്പടിയിലെല്ലാം ഒരു രക്തക്കറ പുരണ്ടതുപോലെ കാണിക്കുന്നു. അതിനുശേഷം റൂമാണെങ്കിൽ തുറന്നിട്ടുമാണ്. അത് ബാത്റൂമിൻ്റെ ഉള്ളിൽ റാണ മരവിച്ച പോലെ കിടക്കുന്നു. റാണയുടെ തലക്ക് കാര്യമായ മുറിവുണ്ടായിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ ഫ്ലാറ്റിൽ മുമ്പ് താമസിച്ചത് ഒരു വേശ്യയായിരുന്നു. ആ വേശ്യയാണെന്ന് വിചാരിച്ച് ഒരാൾ അകത്ത് കയറി റാണയെ ബലാത്സംഗം ചെയ്ത് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം എന്തൊക്കെ നടക്കുന്നതെന്ന് നിങ്ങൾ പടം കണ്ട് സ്വയം നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. നമുക്ക് തന്നെ അസ്കർ ഫറാദിയുടെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിന്ത വരും, ഒരു പക്ഷേ അവിടെ മുമ്പ് താമസിച്ചത് ആ കുട്ടിയല്ലായിരുന്നുവെങ്കിൽ